നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ ചെങ്കൽ വ്യവസായ മേഖല വലിയ പ്രതിസന്ധിയിലാണ്. ഇവർ തങ്ങളുടെ ആവശ്യത്തിനായി ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിലുമാണ്. ഇവരുടെ പ്രശ്നങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മോടൊപ്പം ചെങ്കൽ കോറി ഉടമകളും അതുപോലെ തന്നെ തൊഴിലാളികളും ഏതായാലും പങ്കെടുക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പറയും. ഏതായാലും നമുക്ക് ആദ്യം സംസ്ഥാന പ്രസിഡന്റ് നാരായണൻ കുളത്തൂരിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി? എന്താണ് നമ്മൾ ചെങ്കൽ മേഖല പ്രതിസന്ധി പറഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിസന്ധിയാണ് നമുക്കുള്ളത്. നമ്മൾ സംസ്ഥാനം ഒട്ടൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചത്. അപ്പോൾ നമ്മൾ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന സമയത്ത് നമ്മളെ വ്യവസായ മന്ത്രിയും നമ്മളും ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്തു. നിങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്യാം, അതെല്ലാം ചെയ്തുകൊണ്ട് അതിൻ്റെ നടപടികൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ജില്ലാ ഭരണകൂടം നമ്മൾ ചെങ്കൽ വ്യവസായത്തെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥപ്പേട്ട നടത്തി. കാരണം ഓണത്തിന് ഒരാഴ്ച മുമ്പേ നമുക്ക് ഈ വർഷത്തെ ഓണമില്ല, എല്ലാം അടിച്ചമർത്തുന്ന രീതിയിൽ റവന്യൂ വന്നു, എല്ലാവർക്കും ഫൈൻ ഇടുന്ന സംഭവം. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ നിരന്തരമായിട്ട് ആ കലക്ടറെ, നമ്മൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവനായ കലക്ടറെ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ നമ്മളോടെല്ലാം പോയിട്ടാകുമ്പോൾ ശരിയാകുന്നില്ലാതെ അതിനൊരു മറുപടിയും ചെയ്തില്ല. അവസാന ഘട്ടത്തിൽ നമ്മൾക്ക് ഈ വ്യവസായം മുമ്പിലോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത മാതിരി ജിയോളജി, അതുപോലെ കാസർഗോഡ് ജില്ലയിൽ തന്നെ രണ്ട് വ്യത്യാസം വന്ന് മഞ്ചേശ്വരത്ത് അവർ പ്രത്യേകിച്ചൊരു ഓർഡർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് മഞ്ചേശ്വരം ഇപ്പോൾ 20 ദിവസത്തോളമായി പണം നിർത്തി. നമ്മളെ ഈ ബാക്കിയുള്ള ഏരിയകളെല്ലാം ഒരു 10 ദിവസം ആയി നിർത്തിവെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മളൊരു വിപ്ലവത്തിന് പോകുന്നതല്ല. നമ്മുടെ നാട്ടിൽ സാധാരണ ചെങ്കൽ പണം അറിയുന്നത് സാധാരണ ഇല്ലവരാണ്. അത് വിറ്റ് ജീവിച്ചുകൊണ്ട് അതുകൊണ്ട് ഉപരിയായി ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾ അതുപോലെ JCB, അതുപോലെ ലോഡിങ്, അതുപോലെ ഡ്രൈവർ, ഇങ്ങനത്തെ എല്ലാ സംഘടനകളിലും ഉൾപ്പെട്ടിക്കൊണ്ട് പോകുന്ന പാവപ്പെട്ട ജീവിതമാണ്. ഞാൻ പറയാം, ഒരു മാഫിയല്ല. ഞങ്ങൾ ആകെ 24 സെൻറ്റോ 48 സെൻറ്റോ സ്ഥലം മുറിച്ച് അതിനുള്ള റോയൽറ്റി കെട്ടാൻ വേണ്ടി തയ്യാറാണ്. ഇപ്പോൾ റോയൽറ്റി കെട്ടേണ്ട നിയമവശം കാസർഗോഡ് ജില്ലയിൽ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. LA ഭൂമിയാണ് കേരളത്തിൽ ഏറ്റവും വെച്ചിട്ട് 75% LA ഭൂമിയുള്ളത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ പണം നടക്കുന്നതെല്ലാം 99% പണങ്ങളും LA ഭൂമി. അതുകൊണ്ട് പെർമിറ്റ് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ സാഹചര്യം വരുന്നുണ്ട്. എല്ലാ ദിവസവും കലക്ടറെ ബന്ധപ്പെടുന്നുണ്ട്. കലക്ടർ ഇതിനൊരു മൗനമില്ല. ബാക്കി എല്ലാ ജില്ലയിലും ഇല്ല നിയമമല്ല. അങ്ങനെ ഞങ്ങളെ വണ്ടികളെല്ലാം പിടിക്കാൻ തുടങ്ങി. ആ വണ്ടികൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലപ്പുറം, കണ്ണൂരും നിയമം ഒന്ന്, ഇവിടെ കാസർഗോഡ് നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലേജ് ഓഫീസിൽ വണ്ടി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ വില്ലേജ് ഓഫീസിൽ നിന്ന് താലൂക്കിലേക്ക് കൊടുക്കുകയും അവിടെ കുറേ ഒരു 10-15 ദിവസം അവിടെ കിടക്കുകയും അവിടെ നമ്മൾ കലക്ടർ സെക്ഷനിലേക്ക് വിട്ട് RDOക്കെല്ലാം കൊടുക്കുമ്പോൾ 1 മാസം 1.5 മാസം കഴിഞ്ഞു. അവിടുന്ന് കലക്ടറെ ഒപ്പിട്ടില്ല അറിഞ്ഞ് ഞങ്ങളൊരു 10-50 ദിവസം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഫൈൻ കെട്ടേണ്ട കടലാസ് അവർ വിളിച്ച് പറഞ്ഞ് കെട്ടിക്കഴിഞ്ഞിട്ട് ഈ കടലാസ് നമ്മൾ ആ ഫൈന് കെട്ടിക്കഴിഞ്ഞാൽ വണ്ടി വിടാത്തൊരു സ്ഥിതിയാണ്. ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ പോയിട്ടാണ് ഈ കലക്ടർ നമ്മളോട് പറഞ്ഞിട്ട് വണ്ടി വിടാമെന്ന്. ഇത് കെട്ടിയിട്ട് എത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. ഇത് 20 ദിവസമായി ഞങ്ങൾ പണം കെട്ടിയിട്ട് ആ വണ്ടി വിടുന്നില്ല. അപ്പോൾ 48 ദിവസം 20 ദിവസം, അപ്പോൾ എത്ര ദിവസമായി? 68, 2 മാസം കഴിഞ്ഞു. ആ വണ്ടിയുടെ അവസ്ഥ എന്താണ്? ലോഡ് ഇറക്കാത്ത ഒരു വണ്ടിയാണ്. അതിന് ടയർ പോയി, അതിന് ബാറ്ററി പോയി, പാർട്സ് എല്ലാം പോയി. ഇവന് ലോൺ അടക്കണം, അവൻ്റെ കുട്ടികളെ ജീവിക്കണം, അവൻ ആത്മഹത്യയിലേക്കല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അങ്ങനെയുള്ള കലക്ടറെ ബന്ധപ്പെട്ടിട്ടാണ് കലക്ടർ പറഞ്ഞ് വിടാന്ന്. ഈ വണ്ടി ഇന്നും വിട്ടില്ല. ഞാൻ ഇന്നലെ കലക്ടർ ഓഫീസിൽ പോയതാണ് ഞങ്ങളല്ല. ഇത് നിരന്തരം പോയി, എന്നിട്ടും ഇന്നും വണ്ടി വിട്ടില്ല. അവരൊന്ന് സെക്ഷനിൽ ഞാൻ വിളിച്ച് പറയാം. ഞങ്ങൾ പോയിട്ടാൻ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ RDOയോട് പറയാണ്. ഞങ്ങൾ വേറെ മറുപടി, ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥനോട് വേറൊന്നും കയ്യിറങ്ങാനൊന്നും കഴിയല്ലോ. അപ്പോൾ ആ സ്ഥിതിയിലാണെന്നില്ല. അങ്ങനെ വരുന്നത് കൊണ്ട് ഞങ്ങൾ ഈ ഉപവാസം തുടങ്ങിയതാണ്. ആദ്യം ഞങ്ങൾ 19-ാം താരീഖിന് കലക്ടറേറ്റ് മാർച്ച് നടത്തി സാവധാനത്തിലാണ്. ഒരു കമ്പിയോ ഒരു വേലിയോ ഒന്നും പിടിച്ചില്ല. അവിടെ പോയി ഞങ്ങൾക്ക് നമ്മൾ ബഹുമാനായ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യുകയും ഞങ്ങൾ നേതാക്കന്മാർ സംസാരിക്കുകയും സാധ്യതയിലാണ് പിരിച്ചുവിടുകയും പിറ്റേ ദിവസം 20-ാം താരീഖിന് ഉപവാസം നടത്തി സാവധാനത്തിലായി. സമരത്തിൻ്റെ ഏറ്റവും പാവം എന്ന് പറയുന്നത് ഈ ഉപവാസമാണ്. ഈ ഉപവാസം കിടന്ന് റിലേ ഉപവാസമാണ്. ഞങ്ങൾ 24 മണിക്കൂർ ഒരാൾ കിടന്ന് പിറ്റേ ദിവസം 24 മണിക്കൂറിലേക്ക് വേറെ ആൾ കിടത്തി. ഇങ്ങനെ ദിവസങ്ങളോളം 5 കഴിഞ്ഞ് 6-ാമത്തെ ദിവസത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വരുന്നിട്ടും കണ്ണ് തുറക്കുന്നില്ല. അങ്ങനെ നമ്മളൊരു ഇപ്പോൾ ഇതിനെ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്ന് പറയുമ്പോഴാണ് ഈ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇത്തരത്തിൽ മനസ്സ് വിഷമിച്ച് ആത്മഹത്യ ശ്രമം പോലും ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത് ഇയാളെ വിഷമം എന്ന് പറയുമ്പോൾ അയാൾ ചെങ്കൽ പണ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് പണയിൽ പോയി ആ പണ അളന്ന് തിട്ടപ്പെടുത്തി അതേക്ക് ഒരു 8 മാസം മുമ്പേ അളന്നു എല്ലാം തിട്ടപ്പെടുത്തി. അയാൾക്ക് കടലാസ് വന്നു, ഭീമമായ പിഴ. ആ പിഴ വരുമ്പോൾ അയാൾ എന്തായാലും ആ പണം അളന്ന് നിർത്താൻ പറഞ്ഞു. ഈ വില്ലേജ് ഓഫീസർ നിർത്താൻ പറഞ്ഞു. പിന്നെ അത് ധിക്കാരമില്ല, നമുക്കൊരു ധിക്കാരമില്ല. അപ്പോൾ ആ നിർത്തി.
ആ നിർത്തിയ സാഹചര്യത്തിൽ അയാൾ EC-ക്ക് കൊടുത്തു. നമ്മളിത് ഒരു പരിസ്ഥിതിക്ക് കൊടുക്കുമ്പോൾ 1 വർഷമല്ലാണ്, അങ്ങനെ EC-ക്ക് മുമ്പേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ EC-ക്ക് കൊടുത്ത കാരണത്തിൽ അയാൾ EC കിട്ടി. ഈ പണം നിർത്തി വെച്ചിട്ടാകുമ്പോൾ EC വന്ന് മുറിക്കാം, എനിക്ക് കയ്യിൽ വേർന്ന് കിട്ടാം. അങ്ങനെ EC വന്നു, നമ്മളെ ജിയോളജി ഓഫീസിലെത്തി. ആ EC കൊടുക്കുമ്പോൾ പറയുന്നത് അയാൾ സാധാരണ നമുക്ക് 2023 1 മുതൽ ഏപ്രിൽ 1 മുതൽ ഒരു നിയമവിധി ബാധ്യതയാണ്, ഭീമമായ പൈസ വന്നു. മുമ്പെല്ലാം 75,000 രൂപ. ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ നില എങ്ങനെയാണ് ഇപ്പോൾ? അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലുണ്ട്. ഞങ്ങളോട് പറഞ്ഞു 36 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് വിവരം പറയാറ് നമ്മളെ സഹപ്രവർത്തകരാടെ കുറച്ച് ആളാടെ ഉണ്ട്, അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. നമുക്കത് മരിക്കാതെ നമുക്ക് കിട്ടണമെന്നുള്ള ആശയമാണ്. അതാണ് ഇവരുടെ കൂട്ടത്തിലുള്ളവർ ആത്മഹത്യക്ക് പോലും ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ട്. എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സർക്കാരിനോട് ഇപ്പോൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം? ആവശ്യപ്പെടുന്നത് നമ്മൾ പിടിച്ച വണ്ടി വില്ലേജ് ഓഫീസിൽ പോയി ജിയോളജി ഓഫീസിലേക്ക് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെ ഈ എല്ലാ ഭൂമിയുടെ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കോളം ഞങ്ങൾക്ക് ഒരു മൗനം എന്ന രീതിയിൽ എല്ലാ ഭരണകൂടവും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നിയമം പുസ്തകത്തിൽ എഴുതണ്ട, ഞങ്ങൾ മിനിസിൽ എഴുതണ്ട, നിങ്ങളൊരു കണ്ണിയുമല്ല. ഇതിനെല്ലാം മുമ്പേ നമ്മൾ ചർച്ച ചെയ്ത് കാലത്ത് നമ്മൾ മുറിക്കുന്ന പാണകളെല്ലാം പാറകളാണ്. ആ പാറകൾ കൃഷിയാക്കി പച്ച പരിധാനമാക്കി. നമുക്കറിയാം നമ്മൾ കേരളത്തിൽ തൊഴിലില്ല, തരിശ് ഭൂമികളെല്ലാം കൃഷിയാക്കണം, സർക്കാരിൻ്റെ നിയമമുണ്ട്. അങ്ങനെയുള്ള പാറകൾ നമ്മൾ മുറിച്ചത് മണ്ണിട്ട് കൃഷിയാക്കി. നമ്മൾക്കറിയാം സഹോദരിമാരാ കുടുംബശ്രീക്കാർക്കെല്ലാം കൃഷിക്ക് ആവശ്യമായ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഈ സ്ഥലമെല്ലാം കൃഷി കൊടുക്കുന്നതാണ്. നമ്മൾ 75% ആൾക്കാരും കൃഷി നടത്തിയിട്ടുണ്ട്. നമ്മൾ മന്ത്രിയോട് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു ഞങ്ങളെല്ലാം നിർത്തിയിട്ട് നിങ്ങൾക്ക് തന്നാലേ 2ാമത്തെ പെർമിറ്റ് തരണ്ടും, അല്ല നിങ്ങൾ പെർമിറ്റ് ഇത്ര നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടാണ് മുമ്പോട്ട് അവർ അങ്ങനെ ഈ ഇത്രയും ഭരണകൂടം നമ്മളെ ഒരു അതിന് പറയാൻ പാടില്ല, അവഗണനമാണ് നമ്മൾ ചെയ്യുന്നത്, വലിയ ദോഷമാണ്. ഇത് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം നമ്മളിന്ന് നിർത്തിക്കഴിയുമ്പോൾ 1,82,00,000 രൂപ ഡെയിലി നഷ്ടം വരുന്നുണ്ട്. നിങ്ങൾക്ക് പറയാം JCB ഡീസൽ, പിന്നെ ടില്ലറിൻ്റെ ഡീസൽ, ലോറി ഡീസൽ, പാർട്സിൻ്റെ ഇതെല്ലാം ടാക്സ്. നിങ്ങൾ ഞങ്ങളിൽ ഏകദേശം തൊഴിലാളി മദ്യപിക്കുന്നവരെന്ന് എല്ലാവർക്കും അറിയാം. ആ മദ്യപിക്കുന്ന ബ്രാൻഡി വരെ ഇപ്പോൾ ഒരു കുട്ടി കുടിക്കുന്നില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ അടുക്ക ബീവറേജിൻ്റെ ഇന്നൊന്നുമില്ല, ശൂന്യം. അപ്പോൾ അങ്ങനെയുള്ളതും കൂടെ ആ ടാക്സ് വരെ കിട്ടാത്ത സ്ഥിതിയാണെന്നില്ല. പണിയെടുത്തവന് മേലും കൈ വേദനിക്കുമ്പോൾ അങ്ങനെയുള്ള കൂട്ടറാണ് നമ്മൾ പണിയെടുത്ത് ജീവിച്ച് കൊണ്ടുപോകുന്ന ഒരു ഉദ്ദേശമില്ല. അല്ലാതെ മാഫിയൊന്നുമല്ല. ഞങ്ങളിപ്പോൾ കാണുമ്പോൾ എല്ലാവരും പറയും മാഫിയ, ചെങ്കൽ മാഫിയകളെന്നാലും പറയും. 7 വർഷം മുമ്പ് എനിക്ക് ലൈസൻസ് ഉണ്ട്. 7 വർഷത്തിന് ശേഷമാണ് ലൈസൻസ് എടുക്കാൻ പറ്റാത്തത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ലാൻഡിൻ്റെ പേരിൽ ലൈസൻസ് നിഷേധിച്ചതാണ്. ആ സമയത്ത് ഞാൻ ലക്ഷങ്ങൾ കടം മേടിച്ചിട്ടാണ് ഈ സാധനം തുടങ്ങിയത്. എൻ്റെ മിഷനറി സാധനങ്ങളൊക്കെ പിന്നെ ആ ഒട്ടൊന്നൊരു സുപ്രഭാതത്തിൽ ഇവർ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ ഈ മേടിച്ച കടം എന്ത് ചെയ്യും? എൻ്റെ വീട് എന്ത് ചെയ്യും? പണം വെച്ചിട്ടാണുള്ളത്. ഇന്നിതാ ബാങ്ക് ജപ്തിയിലുള്ളത്. ഞാൻ ഇന്ന് കഴിഞ്ഞ 4 മാസം മുമ്പ് ജില്ലാ കളക്ടർ ഓഫീസിൽ പോയിട്ട് ഞാൻ അവിടെ കിടക്കായിരുന്നു. ജില്ലാ കളക്ടർ ഓഫീസിൽ എൻ്റെ വണ്ടി 4 മാസം പിടിച്ചു വെച്ചു. 4 മാസം വെച്ച് ജില്ലാ കളക്ടർ നേരിട്ട് കണ്ട് സങ്കടം പറഞ്ഞിട്ട് ജില്ലാ കളക്ടർ ദയ കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ വീട് പണയത്തിലാണ്, ബാങ്ക് ജപ്തി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജപ്തി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഞങ്ങൾ എന്ത് ചെയ്യണം? 7 കൊല്ലം മുമ്പ് പെർമിറ്റ് എടുത്ത ഞങ്ങൾക്ക് പിന്നെ പെർമിറ്റ് തരാത്ത സർക്കാരിൻ്റെ അടുത്ത് പെർമിറ്റ് എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ തൊഴിലാളികളെ ഒഴിവാക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ വാങ്ങിയ പിന്നെ ലോൺ ഉണ്ടല്ലോ, ബാങ്കിലേക്ക് തിരിച്ചടക്കാണ്ടിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ വണ്ടിക്കടുത്ത് ഫൈനാൻസ് തിരിച്ചടക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇത്രയും സങ്കടത്തിൽ പോകുമ്പോൾ ഇവർ വന്നിട്ട് പെർമിറ്റ് എടുത്തിരുന്ന ഞങ്ങൾക്ക് ആകെ 75,000 അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ചിലവ്. ഈ വണ്ടി പിടിച്ചിട്ടും പണക്ക് വന്നിട്ടും അവർ ഇടുന്ന ഫൈൻ എത്രയാണെന്നറിയോ? ഞങ്ങൾക്ക് തരുന്ന പെർമിറ്റിൻ്റെ 100 ഇരട്ടി ഫൈൻ അവർ പിഴിഞ്ഞ്. ഇനി ഞങ്ങളിൽ ഒന്നുമില്ല, ചോരടക്കം പിഴിഞ്ഞെടുത്തിട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഉള്ളത് ഈ അസ്ഥി മാത്രമേ ഉള്ളൂ. ഞങ്ങളല്ല തൊഴിലാളികളുടെ അടക്കം. മര്യാദയ്ക്ക് ഇവർ പെർമിറ്റ് തരില്ല. തരാതിരിക്കാനുള്ള മെയിൻ കാരണം എന്തറിയോ? പെർമിറ്റ് തന്നാൽ ഇവർക്ക് കിട്ടാൻ പോകുന്നത് 24 സെൻറ്റിന് 1.5 ലക്ഷം രൂപയാണ്. ഒരു ലോഡ് കല്ല് കൊണ്ടുപോയി കഴിഞ്ഞാൽ 198 രൂപയാണ് റോയൽറ്റി. അവർ അതേസമയം വണ്ടി പിടിച്ചിട്ട് ഫൈൻ ഇടുമ്പോൾ 27,000. പിന്നെ ഇവർക്ക് ഞങ്ങൾ അതായത് ഒരു അടിമകളെ പോലെയാണ് കാണുന്നത്. ഈ റവന്യൂ ഓഫീസിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ പോകുമ്പോഴല്ലേ എന്തോ ഞങ്ങൾ തൊട്ട് തീണ്ടാൻ പറ്റാത്ത ജാതിക്കാരുണ്ടല്ലോ, അങ്ങനെ ദൂരം മറ്റൊന്നോ ഈ എല്ലാ ദിവസവും അതും 4 മാസം വരെ ഒരു ഓഫീസിൽ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ലോൺ അടക്കണ്ടേ? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായും വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവരോട് ചർച്ച നടത്തി ഇവരുടെ പ്രശ്നം പരിഹരിക്കണം. ഏതായാലും കൂടുതൽ പേർ കൂടി ചേരുന്നുണ്ട്. നമ്മൾ എല്ലാ നിയമങ്ങളും അനുസരിച്ചാണ് നമ്മൾ ഈ ക്വാറിയൊക്കെ നടത്തുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ഈ തെരുവിലിറങ്ങേണ്ട അവസ്ഥ, പ്രത്യേകിച്ച് ഈ നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് കൂടുതൽ പറയാനുള്ളത്? സർ, ഈ കാസർഗോഡ് ജില്ലേനെ ഒരു കേരളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കാസർഗോഡ് കലക്ടർ. ഈ കേരളത്തിലല്ല ഇപ്പോൾ കാസർഗോഡ് ജില്ലയുള്ളത്. അതിലും കാസർഗോഡ് ജില്ലയിൽ നിന്ന് മഞ്ചേശ്വര താലൂക്കിനെ പാകിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ചേശ്വര താലൂക്കിന് മാത്രമായിട്ട് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് കലക്ടർ. കാസർഗോഡ് കലക്ടർ മഞ്ചേശ്വര താലൂക്കിനെ മാത്രം മാറ്റിക്കൊണ്ട് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർമാർ ഇറങ്ങിയിട്ട് വണ്ടി സീസ് ചെയ്യണം, വണ്ടി പിടിക്കണം, പന റൈഡ് ചെയ്യണം,
ഓരോരുത്തരും 40 ലക്ഷവും 50 ലക്ഷവും എല്ലാം ഫൈൻ അടിച്ചിട്ടുണ്ട്, ഫൈൻ ഇട്ടിട്ടുണ്ട്. മാന്യമായിട്ട് ഞങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ പെർമിറ്റ് അനുവദിച്ചോ, പെർമിറ്റ് കൊടുത്തോ, ഞങ്ങൾക്ക് പെർമിറ്റ് ഇല്ലാണ്ട് ഞങ്ങൾ ഓട്ടുന്നില്ല. പെർമിറ്റ് കൊടുത്തോ, മാന്യമായിട്ട് പെർമിറ്റ് അടിച്ചിട്ട് ഞങ്ങൾ വണ്ടി ഓട്ടിക്കൊള്ളാം. പക്ഷേ പെർമിറ്റ് അനുവദിക്കുന്നില്ല. കളക്ടറേറ്റിലേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വയനാടിൻ്റെ ദുരന്തത്തിലേക്ക് ഞങ്ങൾ കമ്മിറ്റി പോയിട്ട് 1 ലക്ഷം രൂപ ഒരു ഡൊണേഷൻ കൊടുക്കാൻ പോയിട്ടാകുമ്പോഴേക്ക് നിങ്ങളെ പൈസ വേണ്ട, നിങ്ങളെ പൈസ വേണ്ട, അത് പ്രശ്നമാവും, നിങ്ങളെ പൈസ വേണ്ട. എന്തിനാ ഞങ്ങളെ പൈസ? ഞങ്ങൾ കട്ടിട്ട് കൊണ്ടതല്ല, കഞ്ചാവിൻ്റെ പൈസ അല്ല, മദ്യത്തിൻ്റെ പൈസ അല്ല. ഞങ്ങളെ തൊഴിലാളികൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസ തന്നെയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോയി കൊടുത്തത്. അപ്പം ഞങ്ങളെ പൈസ വേണ്ട പറഞ്ഞെങ്കിൽ ഈ കലക്ടർ കാസർഗോഡ് ജില്ലയിൽ ഉള്ളിടത്തോളം കാലം ഒരു കാലത്തും ഈ കാസർഗോഡ് ജില്ല രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഇയാളെ മാറ്റണം, ഞങ്ങളെ തീരുമാനങ്ങളെ അംഗീകരിക്കണം, ഞങ്ങൾക്ക് മാന്യമായ ഒരു വില കൽപ്പിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യം. എന്നാൽ വൻകിട കോറിക്കാർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ചെറുകിട ഇവർക്കെതിരെ വലിയ തോതിൽ ഇത്തരം നടപടിയുമായി മുന്നോട്ട്. ഇതിൽ തൊഴിലാളികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊഴിലാളികൾക്കും പറയാറുണ്ട്. ഒരുപാട് തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്താണ് ഈ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ നേരിടുന്നത്? എന്താണ് ഇപ്പോൾ പ്രശ്നം? ഈ നിർത്തിവെച്ചിട്ടാണല്ലോ ഉള്ളത്. ഇപ്പോൾ 10-15 ദിവസമായി ജോലിയില്ല. ഇവർ ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ ജോലിയില്ല. രാവിലെ വെളുപ്പിന് 5:30 മണിക്ക് കാണിച്ചിട്ട് വീട്ടിൽ നിന്ന് വരുന്നതാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്കൊരു 500 റുപ്യൻ്റെ പണി പോലും ഇവിടെ നടക്കുന്നില്ല. അന്ന് ഞങ്ങളെക്കാളും മുമ്പ് ജിയോളജിയും റവന്യൂ തഹസിൽദാറും ഒക്കെ വന്ന് പാണേൻ്റെ മുകളിൽ കുത്തിരിക്കുന്നത്. അവർ ഓഫീസിലെത്തുന്നതിനായിട്ട് മുമ്പ് പാണയിലാണ് അവർ വന്ന് കുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മുതലാളി വിളിക്കും വണ്ടി എടുക്കണ്ട, വണ്ടി പിടിക്കുന്നു. ഈ സമരത്തിന് ഇപ്പോൾ നിങ്ങളും ഐക്യദാർഢ്യമുണ്ട്? ഞങ്ങളും പൂർണ്ണ ഐക്യദാർഢ്യം, എല്ലാ തൊഴിലാളികളും എത്തിച്ചേർന്നിട്ടുണ്ട്, വരുന്നുണ്ട്. എന്തിനും ഞങ്ങളും തയ്യാറാണ്. എന്ത് ആത്മഹത്യ വക്കീലേക്ക് എത്തിയിട്ടാണ് ഞാനടക്കം ആത്മഹത്യ ചെയ്യേണ്ട ആ അവസ്ഥയിലേക്കാന്നുള്ളത്. കുട്ടികൾ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ 2 കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ വൈക്കനായനാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വന്നതാണിപ്പോൾ. പൈസയില്ല, മുതലാളി ആകുമ്പോൾ നമ്മളെ പണി നടത്തുന്നില്ല. ഇതാണ് സംഭവം പറഞ്ഞുള്ളത്. ഞങ്ങൾ എന്ത് ചെയ്യണം? അതിനടുത്ത മേധാവികളൊന്നും എന്തെങ്കിലും നമുക്ക് വേറെ ജോലി ഞങ്ങൾ സംവിധാനം ചെയ്തു തരണം. നമ്മൾ ഏകദേശം എത്രത്തോളം തൊഴിലാളികൾ ഉണ്ടാവും കാസർഗോഡ് ജില്ലയിൽ? നമുക്ക് ഇപ്പോൾ നമുക്കിവിടെ പറഞ്ഞ തന്നെ ഒരു 5000-ൻ്റെ മുകളിൽ തൊഴിലാളി എനിക്കറിയുന്നത് എൻ്റെ ഏരിയയിലുണ്ട്. 5000-ൻ്റെ മുകളിലല്ലാതെ താഴോട്ടുണ്ടാവില്ല. ഈ കാസർഗോഡ് ഇങ്ങോട്ട് പിന്നെ നീലച്ചടയിലെ ഉദുമ അത് വേറെയാണ്. അതിനെ നമുക്ക് അറിയാൻ പറ്റില്ല. അത് ഇതിനേക്കാളും കൂടുതൽ പണിയുള്ള ഏരിയ ആണ്. നമുക്കിവിടെ ഒരു ഇപ്പോൾ എന്താ പറഞ്ഞാൽ പട്ടിണി തന്നെ, പൂർണ്ണ പട്ടിണി. ഞാനേക്കാളും തട്ടിൽ കിടക്കുന്ന ഒരുപാട് പട്ടിണികളുള്ള ആൾക്കാരാണ് നടന്നിട്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ കൂടെ ചെയ്യുന്നവർ തന്നെ ഇപ്പോൾ അവർ എന്തെങ്കിലും തരുമോ എന്ന് എനിക്ക് ചോദിക്കുന്നത്. ഞാൻ മറ്റുള്ളവരുടെ എൻ്റെ കുട്ടികൾ ഹോസ്പിറ്റലാണെന്നുള്ളത്. അപ്പോൾ ഇത് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്യാനുള്ള കാശ് വരും ഇന്ന് ഇവിടെ ഇല്ല. ആ സ്ഥിതിയിലാണ് പോകുന്നത്. കഞ്ഞി എങ്ങനെയും ഇല്ല. നിങ്ങളുടെ പ്രധാന ഉപജീവന മാർഗ്ഗം ഇത് തന്നെയല്ലേ? ഇത് തന്നെ ചെങ്കൽ തന്നെ, വേറെ ഒരു അറിയില്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ അതിനില്ല. ഞങ്ങൾക്ക് ഈ പണിയിൽ വേറെ ഏതെങ്കിലും സംവിധാനം ചെയ്തു തരണം. ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും സംവിധാനം ചെയ്തു തരണം. ഇത് പോലീസിനെ പേടിക്കണം, റവന്യൂനെ പേടിക്കണം. മുതലാളി പറഞ്ഞാൽ അതിലെ വണ്ടിയിൽ റോഡിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ കാട്ടിൽ തന്നെ ഫുൾ ടൈം കാട്ടിൽ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ കൂടുതൽ പേർ ഇനിയും പ്രതികരിക്കാനുണ്ട്. അത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ്. ചെറിയൊരു ഇടവേള. എന്തായാലും കൂടുതൽ പേർ പ്രതികരിക്കാറുണ്ട്. എന്താണ് ഇപ്പോൾ നിങ്ങൾ JCB ഉടമയാണെന്ന് അറിയുന്നു, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം? കാസർഗോഡ് ജില്ലയിൽ ഈ മേഖലയോ ചെങ്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് JCBകൾ ഇതിൻ്റെ കൂടെ പണിയെടുക്കുന്നു. ആ JCBകൾക്കൊന്നും ഇന്ന് വർക്കില്ലാത്തൊരവസ്ഥയാണ്. അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് തൊഴിലാളികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഇന്ന് ജോലിയില്ലാത്ത അവസ്ഥയിൽ പുറത്തു നിന്നുള്ള തൊഴിലാളികൾ നാട് വിട്ട് വീണ്ടും തിരിച്ചവരുടെ നാട്ടിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. ഈ JCBയൊക്കെ 1 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം ലോൺ അടയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ആ അടവൊന്നും അടയ്ക്കാൻ പറ്റാതെ 4-5 അടവുകൾ തെറ്റിക്കൊണ്ട് ഫൈനാൻസുകാർ ഈ JCBകൾ പിടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം വരെ എത്തി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ ചെങ്കൽ മേഖല പൂർണ്ണ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ മുമ്പോട്ടുള്ള ഇതിനോടനുബന്ധമായി പ്രവൃത്തി ചെയ്യുന്ന JCBകളും അതിനോടനുബന്ധിച്ച JCB ഓപ്പറേറ്റർമാർ, അതിൻ്റെ ഹെൽപ്പേഴ്സ്, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് 5 ലക്ഷത്തോളം തൊഴിലാളികളാണ് മൊത്തത്തിൽ പണിയെടുക്കുന്നത്. ഇവരുടെ എല്ലാം ജോലിയെ ബാധിക്കുന്ന രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. ഒരു JCB ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി പ്രകാരം പിടിച്ചുകൊണ്ടിട്ട് കഴിഞ്ഞാൽ 2 മാസം 3 മാസം 4 മാസം വരെ ആ JCB ഷെഡിൽ കയറ്റിയിടുകയും ഈ JCBകൾ രണ്ടാമത് ഇറക്കുമ്പോൾ അതിനെ ഭീമമായ തുക മുടക്കിയിട്ട് രണ്ടാമത് അതിനെ റിപ്പയർ ചെയ്തെടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ വിട്ടു നൽകുന്നില്ല. 4-5 മാസങ്ങൾ പിടിച്ചെടുത്ത് മഴയും വെയിലുമേറ്റ് അത് നശിച്ചു പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. ഫൈനാൻസ് കമ്പനിക്കാർക്ക് ഇതൊന്നും അറിയണ്ട. അവർക്ക് കൃത്യമായി എല്ലാ മാസവും ഫൈനാൻസ് അടയ്ക്കണം. ഒരു മാസത്തെ അടവ് തെറ്റുമ്പോൾ അവർ വീട്ടിൽ വന്നിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് കൂടാതെ കൊണ്ട് എൻ്റെ കീഴിലുള്ള 150ഓളം തൊഴിലാളികളുണ്ട്. ഡ്രൈവേഴ്സ് യൂണിയൻ്റെ തൊഴിലാളികൾ 150 തൊഴിലാളികൾ ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യതയുമുള്ള തൊഴിലാളികളാണ്. ബന്തെടുക്ക മേഖല, കുറ്റിക്കോൽ ബന്തെടുക്ക പാണത്തൂർ മേഖലയിലെ 150 തൊഴിലാളികൾ ഈ ചെങ്കൽ മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്.
മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ്. അവർ കാലങ്ങളായി ചെയ്യുന്ന തൊഴിലാളിയാണ്. ആ തൊഴിലെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കണം. അതല്ലെങ്കിൽ ആ കുടുംബങ്ങൾ കൂടി പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കും അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത അത്രയ്ക്കും ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ ചെങ്കൽ തൊഴിലാളികളെ, ചെങ്കൽ പണകൾ നിലനിന്നാൽ മാത്രമേ ഇതിനോടനുബന്ധിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുപാട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനൊരു വിട്ടുവീഴ്ചയുണ്ടായി. ഈ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ JCB ആയാലും ടിപ്പറായാലും അതുപോലെ കല്ല് കൊണ്ടുപോകുന്ന വണ്ടികളായാലും പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഏറ്റവും കുറഞ്ഞത് അന്നേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും എന്താണ് ഈ വാഹനം പിടിച്ചുകൊണ്ടുപോകാൻ നിങ്ങൾ എന്ത് നിയമലംഘനം നടത്തിയെന്നാണ് ഇവർ പറയുന്നത്? പെർമിറ്റ് ഇല്ല എന്ന് പറഞ്ഞാണ് വാഹനം പിടിച്ചെടുക്കുന്നത്. ഈ പെർമിറ്റ് കൊടുക്കാത്ത, ഗവൺമെൻറ് കൊടുക്കാത്ത പെർമിറ്റ് ഞങ്ങൾ എങ്ങനെ കൊടുക്കും? അത് അത്തരം പെർമിറ്റുകൾ തരണം എന്നാണ് നിങ്ങൾ പെർമിറ്റുകൾ അനുവദിച്ചു തരിക. ഗവൺമെൻറ് താൽക്കാലിക പെർമിറ്റെങ്കിലും അനുവദിച്ചുകൊണ്ട് താൽക്കാലികം ഈ മേഖലയെ നിലനിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അല്പം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടെങ്കിലും ഈ മേഖലയിലെ തൊഴിലാളികളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു നടപടിയും നിലപാടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായാൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. തീർച്ചയായും ഈ അനുബന്ധമായി ഒരുപാട് പേർ ഇതിൽ ഈ ക്വാറി അതുപോലെ തന്നെ ചെങ്കൽ ഇതിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ തൊഴിലാളികൾ, JCB ഇത്തരം ഇവരെല്ലാം ബുദ്ധിമുട്ടിലായി. മാത്രമല്ല നിർമ്മാണ മേഖല സ്തംഭിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്? തീർച്ചയായും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ പ്രധാനമായ വ്യവസായം എന്ന് പറയുന്നത് ചെങ്കല്ല് തന്നെയാണ്. 10,000-ലധികം തൊഴിലാളികൾ നേരിട്ട് ഉപജീവന മാർഗം തരുന്നത്. 10,000-ലധികം തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബങ്ങൾ, ഈ 10,000-ലധികം കുടുംബങ്ങൾ നേരിട്ട് ഉപജീവനത്തിന് ആശ്രയിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ചെങ്കല്ല്. ഈ ചെങ്കല്ല് 10,000-ലധികം ആളുകൾ നേരിട്ട് ആശ്രയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറുകിട ഹോട്ടൽ വ്യവസായങ്ങൾ, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മറ്റു നിർമ്മാണ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനേകായിരം തൊഴിലാളികൾ അവരൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 16/9 തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തിയിട്ടിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ മൃഗീയമായ പീഡനം കാരണം. മൃഗീയമായ പീഡനം എന്ന് പറഞ്ഞാൽ പാതി വഴിയിൽ തൊഴിലാളികളടക്കം റോട്ടിൽ പാതി വഴിയിൽ ഇറക്കി വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പെർമിറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത്തരത്തിൽ പിടിച്ചു. പെർമിറ്റ് ഇല്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. പെർമിറ്റ് ഇല്ലാത്തത് ഞങ്ങൾക്ക് തരാത്തതുകൊണ്ടാണ്, ഞങ്ങളുടെ ഭാഗത്തുകൊണ്ടല്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വ്യവസായത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോണും കടവും മറ്റൊക്കെ വാങ്ങിയിട്ട് ലക്ഷങ്ങൾ മുതൽ മുടക്കിയിട്ടാണ് ഞങ്ങൾ വ്യവസായികളാകുന്നത്. ഞങ്ങൾ മാഫിയകളല്ല, ഞങ്ങൾ വ്യവസായികളെന്ന മാന്യമായ രീതിയിൽ ഒരു പണ തുടങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 25 പേർക്കെങ്കിലും ആ പണയിൽ പണി ലഭിക്കുന്നുണ്ട്. ആ തൊഴിൽ ഞങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന പരിഗണന ഞങ്ങൾക്ക് തരണമെന്ന് മാത്രമാണ്. മാന്യമായ രീതിയിൽ വ്യവസായികളായി പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ അർഹമായ പരിഗണന ഗവൺമെൻറ് തരണം. ഞങ്ങൾക്ക് ന്യായമായ രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കാനും ഈ വ്യവസായം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തു തരണം. നേരത്തെ 2018 വരെ പട്ടയഭൂമിക്ക് ഉൾപ്പെടെ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പെർമിറ്റ് അനുവദിച്ചിരുന്നു. 2018 ഒരു സുപ്രഭാതത്തിൽ ഈ പെർമിറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ വാഹനങ്ങളും ഞങ്ങൾ ഈ ലോണും കടവുമായി വാങ്ങിയ മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ ബാധ്യതയായി മാറുകയാണ്. ഞങ്ങളുടെ ഒരുപാട് അനേകായിരം തൊഴിലാളികൾ ഞങ്ങൾ ഈ 2018 പെർമിറ്റ് തരുന്നില്ല എന്ന് പറയുമ്പോൾ അതേ ദിവസം ഞങ്ങൾ ഈ പണം പൂട്ടി നിർത്തി പോയി കഴിഞ്ഞാൽ ഈ തൊഴിലാളികൾ എങ്ങോട്ട് പോകും? അനേകായിരം 10,000-ലധികം തൊഴിലാളികളും കുടുംബങ്ങളില്ലേ? അപ്പോൾ ഇവരൊക്കെ എങ്ങോട്ട് പോകും? അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ തൊഴിൽ തുടരേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ തുടർന്ന് പോയപ്പോൾ ഇന്ന് 40, 50, 60 ലക്ഷങ്ങൾ, ഒരു കോടിയിലധികം ഫൈനുകൾ ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഫൈനിട്ടാൽ ഈ ചെറുകിട വ്യവസായം എങ്ങനെ നിലനിൽക്കാൻ? ഈ വ്യവസായികൾ എന്ത് ചെയ്യാനാണ്? ഈ വ്യവസായികൾ ആത്മഹത്യ ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാം, പക്ഷേ കൃത്യമായി രേഖകൾ ഉപയോഗിച്ച് അത്തരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ പീഡിപ്പിക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കൂടുതൽ പേർ ചേരുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും? ഏത് രീതിയിൽ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? കാരണം നിർമ്മാണ മേഖല ഇപ്പോൾ പൂർണ്ണമായും സ്തംഭിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പ്രശ്നം ഇപ്പോൾ നേതാക്കളെല്ലാം പറഞ്ഞതുപോലെ പെർമിറ്റ് കൊടുക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പെർമിറ്റ് കിട്ടുന്നില്ല. പരിസ്ഥിതി വകുപ്പ് അവരുടെ ഓഫീസ് തിരുവനന്തപുരത്താണെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പെർമിറ്റ് എടുക്കാൻ തയ്യാറായിട്ട് പല പ്രാവശ്യം ഞാനടക്കം അന്വേഷിച്ചു. ഒരു പെർമിറ്റ് കിട്ടണമെങ്കിൽ മിനിമം നമ്മൾ എത്ര സ്പീഡിൽ കാര്യങ്ങൾ ചെയ്താലും ഒരു 5-8 മാസം എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളൊരു 24 സെൻസ് സ്ഥലത്തൊരു ഒരു കോറ് തുടങ്ങിക്കഴിഞ്ഞാൽ 1-2 മാസത്തിൽ അതിൻ്റെ പണി തീരും. അപ്പോൾ 8 മാസം കഴിഞ്ഞിട്ട് പെർമിറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ പെർമിറ്റ് വളരെ ലഘൂകരിച്ചിട്ട് സിമ്പിളായിട്ട് പെർമിറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളത്. പക്ഷേ അതിന് സർക്കാർ ഇന്നും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ മേഖല വേറെ ഒരു ഫീൽഡിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ എല്ലാവരും പറഞ്ഞ രീതിക്ക് ഇതൊരു മാഫിയ, നല്ല പൈസ ഉണ്ടാക്കാമെന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിലും കൂടി വന്നിട്ട് മഞ്ചേശ്വരത്ത് 2 പണ വ്യക്തിപരമായിട്ട് പറയുന്നെങ്കിൽ 2 പണ തുടങ്ങി. ഒന്നിൽ 4.5 ലക്ഷം റുപ്യ പോയി, 7 പൊളി എടുത്തിട്ട് ഒരു കല്ലും കിട്ടാത്ത അവസ്ഥ. മറ്റൊന്നിൽ ഒരു 2 ലക്ഷം, 6.5 ലക്ഷം റുപ്യം പോയി. ഈ കെട്ടുതാലി എന്ന് പറയുന്നതിനേക്കാൾ ഭാര്യ കല്യാണത്തിനിട്ട് ഒരു മോതിരം ഉണ്ടായിരുന്നു കല്യാണ സമയത്ത്. ഇത് നമ്മൾ ഊരി വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതടക്കം പെറുക്കിയിട്ടാണ്.
അപ്പോൾ നമ്മൾ ഇപ്പോഴും മാഫിയ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ നമ്മളെ ഈ മടുക്ക എല്ലാം പിടിക്കുന്നുണ്ട്. മടുക്ക പിടിച്ചാൽ നിയമപ്രകാരം ഒരു 200 രൂപ ഫൈനും പെട്ടി കേസ് വിട്ടിട്ട് വിടുന്നു. നമ്മളൊരു കല്ല് കൊണ്ടുപോകുമ്പോൾ ഒരു ലോഡ് കല്ലിന് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ കിട്ടുന്ന 5000 രൂപയാണ്. അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ 5000 ഫൈൻ ഇട്ടോട്ടെ, 1 ലക്ഷം 2 ലക്ഷം രൂപ. ഏത് അവസ്ഥയിൽ നീ ജീവിതകാലം നിൻ്റെ ജീവിതകാലത്ത് നീ ഇത്ര കല്ല് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുണ്ട്. സ്വർണം പിടിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചു, ആ സ്വർണം മാത്രമല്ലേ പിടിക്കൂ. നീ പണ്ട് ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് പറയുന്ന ആ ഒരു മോഡൽ അതെങ്ങനെ സാധിക്കുന്നത്? അത് ഈ ഫീൽഡിലല്ലാണ്ട് എവിടെ ഉണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏതൊരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തിനല്ലേ നമ്മൾ ഒരു ലോഡ് കല്ല് കൊണ്ടുപോകുമ്പോൾ അത് പിടിക്കുക, ഇനിയില്ല ഫൈൻ ഇടുക. നിയമപരമായിട്ട് നമ്മൾ എടുക്കാൻ തയ്യാറാണ്, അത് തരുന്നുമില്ല. പക്ഷേ ഭീമമായ തുക ഇവരെല്ലാം പറഞ്ഞില്ലേ, മാസങ്ങളോളം ഈ വണ്ടി പിടിച്ചു വെക്കൽ, ഓരോ പണക്ക് 10-15 ലക്ഷം, 15 ലക്ഷത്തിൻ്റെ കല്ല് കിട്ടിയിട്ടുണ്ടാവില്ല അവിടെ. ഞാൻ പറഞ്ഞത് ഞാൻ നിർത്തിയ പണം ഇപ്പോൾ ഒരു രൂപയുടെ കല്ല് പോലും കിട്ടിയില്ല. അവിടെ നാളെ റൈഡ് വന്നാൽ ഒരു 10 ലക്ഷം ഫൈൻ ഇടും, എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ ഇങ്ങനെയില്ല ഈ നമ്മളെ ജിയോളജിയും റവന്യൂവും പോലീസ് വകുപ്പ് ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ എന്ന് പറയുന്നത് നാളത്തെ ദിവസങ്ങളിൽ കൂടുതൽ പേര് ഇങ്ങനെ ആത്മഹത്യക്ക് മുതിർന്നാൽ കുറ്റം പറയാനില്ല. നമ്മൾ ഇപ്പോൾ ഈ സമരം ഒരു ഗാന്ധി മാർഗത്തിലൂടെയാണ് വളരെ ശാന്തമായിട്ട്. പക്ഷെ അധികാരികൾ ഓർക്കണം, നമ്മളൊരു പൂച്ചേനെ അടിക്കുമ്പോൾ പോലും ഒരു വാതിൽ തുറന്നിടണമെന്ന് പറയുന്നത്. എല്ലാ വാതിലുകളും പൂട്ടിയിട്ട് ഒരു പൂച്ചേനെ അടിച്ചാൽ അവസാനം ഒരു വഴിയും കിട്ടാതെ അപ്പോൾ പൂച്ച കഴുത്ത് പിടിക്കുന്നതാണ്. അപ്പോൾ അവസാനം വരെ നമ്മളെ ശ്വാസം മുട്ടിച്ചാൽ അവസാനം മരിക്കുന്നോ മറ്റവൻ്റെ കഴുത്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതിനില്ല അവസരം ഈ കലക്ടറോ ഈ ഭരണാധികാരികളോ ഈ സർക്കാർ ഉണ്ടാക്കാണ്ട് ഇതിനെ പെട്ടെന്ന് പരിഹരിക്കാനില്ല വഴി തേടണമെന്ന് മാത്രമാണ് നമുക്കൊക്കെ പറയാനുള്ളത്. പേരിന് മാത്രമേ ഉടമകളെന്നുള്ളൂ, എല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും സർക്കാർ കെട്ടിടങ്ങൾ പോലും ഈ ചെങ്കല്ല് കൊണ്ടെന്നല്ലേ പണിത് വരുത്തുന്നത്. അപ്പോൾ അവർക്കും കല്ല് വേണമല്ലോ. ഈ കല്ല് വേണമെന്ന് പറയുമ്പോൾ ഇത് നേരത്തെ അവർ പറഞ്ഞ രീതിക്ക് വളരെ ആർക്കും വേണ്ടാത്തൊരു വേസ്റ്റ് ലാൻഡിനെയാണ് നമ്മൾ ചെയ്യുന്നത്. പണം എടുത്തിട്ട് കൃഷിഭൂമിയാക്കിയിട്ട് അവിടെ വിടുന്നത്. ഈ പണം ഒന്നും ഇവിടെ വേസ്റ്റ് ആവുന്നില്ല. അവിടെയൊക്കെ ഇന്ന് കൃഷി നടക്കുന്നുണ്ട്. വളരെ പണം എടുത്ത സ്ഥലത്തെല്ലാം കൃഷി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കല്ലെടുക്കാണ്ട് ഒരു പരിസ്ഥിതിക്ക് ഒരു പ്രശ്നം ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ അത് പരിസ്ഥിതി വകുപ്പ് നോക്കിയിട്ട് നമുക്ക് പതിച്ച് നൽകട്ടെ. അതിനുള്ള പൈസ റോയൽറ്റി കെട്ടാനും തയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. ഞാൻ ചെങ്കൽ വണ്ടിയുടെ ഡ്രൈവറാണ്. ഇപ്രാവശ്യം എൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓണം ആഘോഷിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ആഗസ്റ്റ് 15 അന്ന് രാവിലെ വെച്ചാൽ ഒരു 11-11:30 എൻ്റെ വണ്ടി പിടിക്കുന്നുള്ളത്. അത് ഞാൻ അൺലോഡാക്കുന്ന സൈറ്റിൽ വന്നിട്ടാണ് എൻ്റെ വണ്ടി പിടിക്കുന്നുള്ളവർ. അപ്പോൾ അവരുടെ ഞാൻ കഴിയുന്നത് പറഞ്ഞു, വണ്ടി ഓണാന്ന് വരുന്നത്, നിങ്ങൾ കഴിയുന്നതും വണ്ടി വിട്ടു തരാൻ വേണ്ടി അവരോട് പറഞ്ഞു. അവർ വണ്ടി തന്ന് 1 മാസം കഴിഞ്ഞിട്ടാണ് വണ്ടി തന്നത്. എൻ്റെ മകൾ എന്നോട് ചോദിച്ചു, എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഓണത്തിന് ഓണക്കോടി ഇല്ലേന്ന്, എങ്ങനെ വാങ്ങിക്കൊടുക്കൽ? ഇത് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. അങ്ങനെയാണ് നമ്മുടെ ചെങ്കൽ മേഖല. അത്രയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. റവന്യൂ വകുപ്പും എല്ലാം അത്രയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി മണികണ്ഠൻ കൂടി ചേരുന്നു. നമ്മൾ ഈ സമരം എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിലാണ്. ഈ സമരത്തിൽ ഒരു പ്രശ്നം ഒത്തുതീർപ്പാവുന്നില്ലെങ്കിൽ ഇനി എങ്ങനെയാണ് നമ്മൾ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? സമരം ശക്തിയായി തന്നെ മുന്നോട്ട് പോകും. ഇത് സാധാരണക്കാരൻ്റെ വിഷയമാണ്. ഈ കാസർഗോഡ് ജില്ലയിലെ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിനെ മറികടന്നുകൊണ്ട് ഇതിനെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് സർക്കാരിന് പോകാൻ പറ്റില്ല. ഇവിടുത്തെ ഏറ്റവും താഴെക്കടയുള്ളതിൻ്റെ വിഷയമാണ് ഈ വിഷയം. ഇന്നത്തെ തന്നെ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് സമരം വരുന്നത്. ഘട്ടം മാറുകയാണ് ഇന്ന്. കഴിഞ്ഞ 14-ാം തീയതി നിർത്തിവെച്ച കോറികളാണ് ഓണവുമായി ബന്ധപ്പെട്ട്. ഓണത്തിന് തന്നെ അതിന് ഒരാഴ്ച മുമ്പേ ഉദ്യോഗസ്ഥന്മാരെ നരനായിട്ട് തുടങ്ങി. ഈ സാധാരണക്കാരായ കാസർഗോഡ് ജില്ലയിലെ തൊഴിലാളികൾക്ക് ഈ പ്രാവശ്യം ഓണം ഉണ്ടായിരുന്നില്ല. അതിന് കാരണം അന്വേഷിക്കണം സർക്കാർ. ഇത് ആരാണ് ചെയ്തത്? ഇതിലേക്ക് എങ്ങനെ വന്നു? ഈ വ്യവസായം എങ്ങനെ ഈ പ്രശ്നത്തിലേക്ക് എത്തി എന്നുള്ളതോളം ശ്രദ്ധിക്കണ്ടേ? ഒരു പ്രധാന മേഖലയല്ലേ ഈ മേഖല. അപ്പോൾ സാധാരണക്കാരൻ്റെ തൊഴിൽ നിഷേധിക്കുന്ന തരത്തിൽ ഈ ഓണത്തിൻ്റെ കാലത്തും കൂടെ ചെയ്തതാണ് സമരത്തിന് ആധാരം. ആ സമരത്തിൻ്റെ ആധാരമായ വിഷയം ഇവിടെ നിലനിൽക്കുന്നതേ ഉള്ളൂ. ആ നിലനിൽക്കുന്ന വിഷയം വളരെ കൃത്യമായി ഗവൺമെൻറ് പഠിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ സമരം തുടരുകയും ചെയ്യും, ശക്തമായി തുടരുകയും ചെയ്യും. അതിനി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പറയാം, ഈ സമരം സംസ്ഥാനത്തേക്കെല്ലാം വ്യാപിപ്പിക്കേണ്ടി വരും. സംസ്ഥാന വ്യാപകമായി ഈ മേഖല നിർത്തിവെക്കേണ്ടി വരും. പക്ഷേ ഗവൺമെൻറ്, എനിക്ക് മനസ്സിലാവുന്നത് ഗവൺമെൻറ്റിലേക്ക് ഇന്ന് രാവിലെ വന്ന ഒരാളാണ് ഞാൻ. ഗവൺമെൻറ് ഇത് പാസ് കിട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ന്യായമായ രീതിയിലുള്ള സമീപനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ തന്നെ ഇന്ന് തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇവിടെ ഒരു അപകടം ഉണ്ടായി. കാരണം എന്താ? അദ്ദേഹത്തിന് ന്യായമായി പെർമിറ്റ് എടുത്ത് ഖനനം ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മേലിൽ 1,67,000 രൂപ മറ്റും ഇവിടെ RR-നാണ് പോകുന്നത്. അദ്ദേഹം ഈ വ്യവസായത്തിൽ വന്നതിന് ശേഷം വമ്പിച്ച് നഷ്ടമുണ്ടായിട്ടുണ്ട്.
ആ നഷ്ടത്തിന് പുറമെ അദ്ദേഹത്തിന് വീട് ജപ്തി ചെയ്യാൻ പോകുന്നൊരു നിലയിലേക്ക് കാര്യങ്ങളെത്തുമ്പോൾ ആരാലും അടുത്ത ഘട്ടം ആലോചിക്കുമല്ലോ. അത് ഈസി എടുത്ത് വെച്ചാളാണ്. 75,000 രൂപയ്ക്ക് ഈസി എടുത്താൽ പെർമിറ്റ് കിട്ടുന്ന ഒരു സ്ഥാപനത്തിന് 5 ലക്ഷം രൂപയിലധികം വേണമെന്ന് സാധാരണക്കാരൻ എവിടെ നിന്ന് കൊടുക്കാൻ പറ്റും? ആ ഒരു സ്ഥിതി വിശേഷം ഇവിടെയുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കണം, അധികാരികളും മനസ്സിലാക്കണം, രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണം, ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഈ സമരം ഒരു നല്ല രീതിയിൽ ഒത്തുതീർപ്പാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. എന്തായാലും നിർമ്മാണ മേഖലയെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കാതെ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്ന് തന്നെയാണ് ആവശ്യം വരുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.